ഹലോ, ഇന്ന് ഞാൻ ദേ സ്റ്റുഡിയോയിൽ വന്നേക്കാം കേട്ടോ. വന്ന പാടെ എനിക്കൊരു കവർ തന്നു. മെയിനായിട്ട് ഞാനൊരു ഡ്രസ്സ് നോക്കാനാണ് വന്നത്. അപ്പോൾ ദേ ഈ ഒരു ഡ്രസ്സ് കണ്ടു. ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ അതിൻ്റെ തുണി നോക്കിയപ്പോൾ എനിക്ക് അത്ര സെറ്റായില്ല. അങ്ങനെ ഞാൻ ദേ മുകളിലേക്ക് പോയി. ബോയ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോയത്. അവിടെ വന്ന് കുറച്ച് ടീഷർട്ടൊക്കെ നോക്കി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കണേ ഏതാണ് കക്കട സൈസെന്ന്. അങ്ങനെ ഞാൻ കുറേ സൈസ് നോക്കി ലാസ്റ്റ് ലാർജും എക്സലും പിടിച്ചിരിക്കാൻ തുടങ്ങി. അതിൽ കളേഴ്സ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൽ ഏകദേശം കളേഴ്സ് ഞാൻ ഇങ്ങനെ തന്നെ വന്ന് എടുത്തായിരുന്നു. പിന്നെ ഈ ഒരു കളർ എനിക്കിഷ്ടമായി. ഈ കളർ നോക്കിക്കഴിഞ്ഞപ്പോൾ കൊള്ളാം. എനിക്ക് അതിലെ എഴുത്തും കാര്യങ്ങളും എല്ലാം അത്യാവശ്യം ഇഷ്ടമായിരുന്നു കേട്ടോ. എടുത്ത് ഞാൻ ഫസ്റ്റ് എക്സൽ എടുത്തട്ടോ. എക്സൽ എടുത്തതിനപ്പോൾ പിന്നെ എനിക്കൊരു സംശയം തോന്നി. പിന്നെ ഞാൻ അത് അവിടെ തന്നെ വെച്ചു. അങ്ങനെ ഇത് നിവർത്തി നോക്കിയപ്പോൾ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ അത് മാറ്റി. കൊള്ളാല്ലേ, എനിക്കിഷ്ടമായിരുന്നു. ഇങ്ങനെ മടക്കി വെച്ചേക്കണ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ നിവർത്തി നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഓക്കെ അല്ലാതെ തോന്നിയത്. അങ്ങനെ എന്നാലും ഇത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി എങ്ങാനും ഇഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചാൽ അത് മാറ്റി വെച്ചു. പിന്നെ താഴെ ഒരു കളർ കണ്ടു. ഞാൻ മെയിനായിട്ട് ഇപ്പം ഇല്ലാത്ത കളേഴ്സാണ് കേട്ടോ തപ്പുന്നത്. ഇത് അത്യാവശ്യം ഡാർക്കായിട്ടുള്ളതായിരുന്നു. പിന്നെ എനിക്കത്ര സ്യൂട്ടായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മുടെ കണ്ണെപ്പോഴും ബ്ലാക്കിലേക്ക് പോകുമല്ലോ. അങ്ങനെ ബ്ലാക്ക് നോക്കി. ബ്ലാക്കിലും എക്സൽ ഉണ്ടോ നോക്കി. ഫസ്റ്റ് എക്സൽ കണ്ടില്ല. എല്ലാവരും ഏറ്റവും അടിയിലാണ് കേട്ടോ എക്സൽ ഇരിക്കുന്നത്. കുറേ നോക്കിയതിന് ശേഷമാണ് എക്സൽ കണ്ടുപിടിക്കുന്നത്. ഏറ്റവും താഴെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വീണ്ടും ആ പച്ച മാറ്റി വിട്ട് തന്നെ വീണ്ടും എല്ലാവരും കമത്തി എക്സൽ എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തന്നെ വേറൊരു സെക്ഷനിലേക്ക് പോയി. ഇതിൽ ഞാനൊരു ബ്ലൂ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പോയത് ചെരുപ്പുകൾ നോക്കുന്ന സെക്ഷനാണ്. ഇത്തവണ എനിക്ക് ചെരുപ്പുകൾ നോക്കണമെന്നുണ്ട്. ഇത് 299 രൂപ റേറ്റ് വരുന്ന ചെരുപ്പുകളാണ് കേട്ടോ. അപ്പോൾ 2-3 എണ്ണം നോക്കി. ഇത് ഇക്കാക്കയുടെ സൈസിലാണ് നോക്കുന്നത് കേട്ടോ. ഈ ഒരു ചെരുപ്പ് നോക്കി. 2-3 ചെരുപ്പ് ഞാൻ ഏകദേശം നോക്കിയായിരുന്നു കേട്ടോ. എനിക്ക് വൈറ്റ് അത്യാവശ്യം ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെടുത്തതിനിപ്പോൾ ശരിയാവില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിട്ട് നോക്കിയാൽ കറക്റ്റ് ആവില്ലല്ലോ. ലാസ്റ്റ് കാക്കയുടെ സൈസ് എക്സലാണോ ഡബിൾ എക്സലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ഞാൻ തന്നെ കണ്ണാടിയിൽ നോക്കി കുറച്ച് നേരം നിന്നിട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ച് എക്സൽ തന്നെ എടുത്തുകൊണ്ട് പോകാമെന്ന്. ഞാൻ മറന്നു പോയതാണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് താഴേക്ക് തന്നെ പോവുകയാണ്. താഴെ ചെന്ന് താഴെ എനിക്ക് പറ്റിയ ഷൂ ഉണ്ടോ നോക്കി. എൻ്റെ ഷൂ എല്ലാം ചീത്തയായിട്ടോ. ഒരെണ്ണം പൊട്ടിപ്പോയി. അങ്ങനെയൊക്കെ വന്നാരണം ഇതേപോലത്തെ ചെരുപ്പ് ഞാൻ നോക്കി കഴിഞ്ഞപ്പം എൻ്റെ സൈസിനൊത്ത് കിട്ടില്ല. എന്നാൽ ഇതിൽ ഭയങ്കര റേറ്റ് കുറവുണ്ടോ. നമുക്ക് നോർമലി ഞാൻ എൻ്റെ ചെരുപ്പ് നമുക്ക് അത്യാവശ്യം റേറ്റ് ആവാറുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. അങ്ങനെ ഞാൻ ഈ ഒരു പിങ്ക് ഇട്ട് നോക്കിട്ടോ. പിങ്കിൻ്റെ 39 ഈ ഒരു സൈസ്. എനിക്ക് 40 നോക്കിയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സൈസ് ഒത്തു വരുന്നില്ല. അതെന്താണെന്നറിയില്ല. എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പിടുമ്പോൾ ഒട്ടും സൈസ് ഒത്തു വരില്ല. എന്നാലും ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് ഇട്ട് നോക്കി. എനിക്ക് പിങ്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ അത്രയും കയറുന്നുള്ളൂ. അത് കാരണം എൻ്റെ കാലിന് ഒട്ടും ഒതുക്കില്ലാന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ പിങ്ക് ഞാൻ അവിടെ തന്നെ എടുത്തിട്ട് അതിൻ്റെ കൂടിയ സൈസ് ഉണ്ടോ നോക്കി. പക്ഷേ ഇല്ല, 40 വരെ ഉള്ളൂ. അങ്ങനെ പിങ്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് എങ്ങനെയാണ് പിങ്ക് ഇഷ്ടമായോ? എനിക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകാനായിട്ട് ഇങ്ങനത്തെ ചെരുപ്പിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു കല്യാണവും ഉണ്ട്. അതാണ് മെയിനായിട്ട് ഞാൻ ചെരുപ്പ് നോക്കണതിന് കാരണം. അങ്ങനെ നമ്മുടെ വീണ്ടും ചെരുപ്പൊക്കെ കിട്ടും. പിന്നെ ഇങ്ങനത്തെ ചെരുപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് കിട്ടും. അതിൽ 40 വരുന്നുള്ളൂ. എന്നാലും ഓക്കെ ആവും. ഇത് എനിക്കിഷ്ടമായിട്ട് ഈ ഒരു വൈറ്റ് കളറ് ഞാൻ എന്നിട്ട് നൈസായിട്ട് പൊക്കിയായിരുന്നു. അവിടെ നിന്ന് പോകുന്നതാണ്. പിന്നെയും വൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ചെരുപ്പ് നോക്കി കേട്ടോ. ഇതൊക്കെ എനിക്ക് പാകമായിരിക്കും. വൈറ്റ് ഞാൻ ഇട്ട് നോക്കി. അതും 40 സൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും ഒരു കണക്കിന് എൻ്റെ ചെരുപ്പ് ഊരി ഞാൻ അതും ഇട്ട് നോക്കിയായിരുന്നു. പക്ഷെ അതും ഇട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് നല്ല കംഫർട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവുന്നില്ല.
ഒരു ഇതില്ലാത്ത, പക്ഷേ ചെരുപ്പ് ഇട്ട പോലെയാണ്, നല്ല സുഖമുണ്ടായിരുന്നു. കാലത്ര എന്താ പറയുക, ചില ചെരുപ്പിട്ടാലും നമുക്ക് ഭയങ്കര കുത്തിക്കൊള്ളണ ഫീലല്ലേ, ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചെരുപ്പും എനിക്ക് സെറ്റാവില്ല എന്ന് ഉറപ്പായതോടുകൂടി ഞാൻ എൻ്റെ ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോയി. അത് മെയിനായിട്ട് ഷൂവിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഷൂ എനിക്ക് അത്യാവശ്യം സൈസ് 40 ഉണ്ടെങ്കിൽ അത് ഓക്കെ ആവാറുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു ഷൂ ആണ് കേട്ടോ, എനിക്കിത് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇത് ഇട്ട് നോക്കിയായിരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടില്ലേ, 1000 രൂപ ആവും. എന്നാലും പോട്ടേന്ന് വെച്ചു. ഇതിൻ്റെ സൈസ് ഞാൻ തപ്പി ലാസ്റ്റ് എനിക്കൊരു സൈസ് കിട്ടി കേട്ടോ. 40ഓ 42ഓ അങ്ങനെ കണ്ടു വരുന്ന ഒരു സൈസാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ അത് ഇതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെ അത് ഞാൻ ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ലെഫ്റ്റിലെ ആ ഒരു കാല് ഓക്കെയാണ്, അതെനിക്ക് നല്ല സ്യൂട്ടായിട്ട്. നിങ്ങൾക്ക് എങ്ങനെ കൊള്ളാവോ? ഇതിട്ടപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ഞാൻ ചില ചെരുപ്പുകൾ ഇടുമ്പോൾ എനിക്ക് ഒതുക്കില്ലാത്ത ഫീലിംഗ് തോന്നാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത കാലിൽ ഇട്ടതിനപ്പോൾ അത് ഇച്ചിരി ടൈറ്റായിട്ട് തോന്നി. ഞാൻ എന്നിട്ട് 2 വള്ളിയൊക്കെ അവർ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കിയിട്ട് എങ്ങനെയെങ്കിലും നടക്കാൻ പറ്റുമോ അറിയാനായിട്ട്. അപ്പോൾ ചെറിയ ഒരു വലത്തെ കാലിൽ മാത്രം ഒരു ചെറിയൊരു ടൈറ്റ് ഉണ്ട്. അങ്ങനെ ഞാൻ അത് ഊരിയിട്ടത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഊരാൻ എനിക്ക് അത്ര പാടുണ്ടായില്ല. പക്ഷേ ഈ ഒരു കാലിലൂരാനായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് എടുത്തു കണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ കമ്മലിൻ്റെയൊക്കെ സെക്ഷനിലേക്ക് പോയിട്ടോ. കമ്മലിൻ്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് കേട്ടോ. ഇനി ഞാനിത് ഇവിടെ നിന്ന് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇനി അതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എനിക്ക് അടുത്ത തവണ വാങ്ങാനായിട്ട്. എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. ഞാൻ ഇതേ വാങ്ങിയത് ഈ ഒരു മോഡലാണ് കേട്ടോ. സിൽവർ മോഡൽ വരുന്നത് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 49 രൂപ ഉള്ളൂ കേട്ടോ. അങ്ങനെ എടുത്തതാണ്. നമ്മൾ ബഡ്ജറ്റും നോക്കൂല. ഇതും കൊള്ളാം. ഇത് പക്ഷേ അതിൽ കൂടിയ എമൗണ്ടാണ്, 100 രൂപ എങ്ങാണ്ട് വരുമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് മാലകളൂടി നോക്കിയിട്ട് ഞാൻ അടുത്തത് കമ്മൽ നോക്കിയിട്ട് ഇതും 49 ആ റേറ്റ് വരുന്നുള്ളൂ. ഇത് നമ്മുടെ ഒറ്റ കാതിലിടുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഞാൻ ഇതേപോലെ കാത് കുത്താത്ത കാരണം പിന്നെ ഞാൻ അത് അവിടെ തന്നെ വെച്ചു. എനിക്ക് സെക്കൻഡ് സെറ്റ് അടിക്കാൻ പേടിയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ചെറുപ്പത്തിൽ കാത് കുത്തിയ കാരണം പിന്നെ കുത്താൻ ഭയങ്കര പേടിയാണ്. അതാരണം ഒരു തവണയെങ്കിലും കാത് കുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴൊക്കെയാണെങ്കിൽ ഞാൻ ഒട്ടും കുത്തൂല. ഇതിൽ രണ്ടാമത് കിടക്കുന്ന ആ കമ്മൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വീണ്ടും എൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടോ. ഈ സെക്ഷനിൽ നോക്കി ലാസ്റ്റ് ഞാൻ ഇതേപോലത്തെ ചെറിയ ടോപ്പുകൾ നോക്കി. ഇത് 499 ആ ഒരു റേറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്നതുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പ് യൂസ് ചെയ്യാതെ കാരണം ഞാൻ അതവിടെ തന്നെ വെച്ചുകൊണ്ട് പോകുന്നു. പിന്നെ അടുത്തത് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഡ്രസ്സ് നോക്കി ഇത് അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൈയൊക്കെ അത്ര എനിക്ക് ഓക്കെ ആയില്ല. ഇത് എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ ഇത് ഞാൻ ഇട്ട് നോക്കാനായിട്ട് മാറ്റി വെച്ചിട്ടോ. ഇതിൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം കൊള്ളാം. വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നതാണ്. ഇത് 399 രൂപയുള്ളൂ കേട്ടോ. ഇതെങ്ങനെയുണ്ട്, ഇതിൽ ഈ ഒരു കളർ എനിക്കിഷ്ടമായിരുന്നു. ഈ ഒരു കളർ നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പുറത്തൊരു നീല കളർ ഇരിക്കണുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയി. ബാക്കിയൊന്നും എൻ്റെ കണ്ണിൽ പെട്ടില്ല കേട്ടോ. ഈ ഒരു നീല കളർ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വേറെ വർക്കൊന്നുമില്ല, കഴുത്തിൽ വരുന്ന വർക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മെയിനായിട്ടൊരു കല്യാണമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം അത്യാവശ്യം വർക്ക് വരുന്നത് ഇഷ്ടമാണ്. അങ്ങനെ അതേ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് 2-3 സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ വന്നിരിക്കാൻ കേട്ടോ. എനിക്ക് 4ാമത്തെ ആട്ടോ ടോക്കൺ കിട്ടിയത്. ഇനി ഞാനതും വാങ്ങി ഇവിടെ വന്ന് കുറച്ച് നേരം അഭ്യാസമൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. മീഷോന്നല്ലേ, മീഷോന്നാട്ടെ വാങ്ങിയതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഞാനിത് വാങ്ങിയിട്ട് 1-2 വർഷമായി. അങ്ങനെ ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തായിരുന്നു കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. എനിക്കാണെങ്കിൽ
ഈ മാസത്തിൽ തന്നെ നമുക്കൊരു കല്യാണമുണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അതിന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇടാം എന്നുള്ള രീതിക്കാണ് മെയിനായിട്ട് ഞാൻ ഇത് വാങ്ങിയത്. എനിക്കാണെങ്കിൽ പിന്നെ അത് കണ്ടിട്ട് അത് താഴെ വെക്കാനും തോന്നില്ല. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നോ ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് കുറവാണ്, എന്നാലും അത് നല്ല ഇഷ്ടമായിരുന്നു. ഞാനത് എടുത്ത് വെച്ചാണ്. പിന്നെ ഇത് ഇട്ട് നോക്കി കേട്ടോ. ഇത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര സ്യൂട്ടബിളായിട്ട് തോന്നിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഒതുങ്ങി കിടക്കുന്നില്ല, ഭയങ്കര പർവ്വതാനി പോലെ കിടക്കുകയാണ്. അതായത് ഞാനിടും, എനിക്ക് ഒന്നാമത് അത്യാവശ്യം ഇച്ചിരി വണ്ണമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലുള്ള ഇത് ഇട്ടിട്ട് അത് ഒതുങ്ങി കിടക്കാത്തൊരു തുണി പോലെയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഇഷ്ടമായില്ല. കയ്യിലെ വർക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ അത് ഈ ഒരു പച്ച ഞാൻ ഇട്ട് നോക്കി. പച്ച എനിക്ക് കൊള്ളാമായിരുന്നു കേട്ടോ. ഞാൻ ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ അതൊരു കല്യാണത്തിനായ കാരണം ആ കല്യാണത്തിനുള്ള പോകാനുള്ളൊരു ലുക്ക് ഈ പച്ചയിൽ വന്നിട്ടില്ല. വേറെ എല്ലാവരും ഇട്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഞാൻ ഇട്ട കാരണം അത്ര ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എനിക്ക് ചുരിദാർ നല്ല ഇഷ്ടമായിരുന്നു. കല്യാണത്തിൻ്റെ ഒരു ഇതിലല്ലേ ഞാൻ ഉദ്ദേശിച്ച് നടക്കുന്നത്. അതുകൊണ്ട് മാത്രം എനിക്കിത് പിടിച്ചില്ല. പക്ഷേ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് ഷാളൊക്കെ കുത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെന്ന് പറയണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.